മഹാകവി പി എന്നറിയപ്പെട്ടിരുന്ന പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന കവിതയാണ് കളിയച്ഛൻ. കളിയച്ഛൻ എന്ന കവിതയുടെ രചനാ സന്ദർഭവും അതിനു പിന്നിലെ വൈകാരിക അനുഭവങ്ങളും ഒടുവിൽ ആ കവിത പിറന്ന മുഹൂർത്തവും കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ഒറ്റപ്പാലത്ത് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മഹാകവി വള്ളത്തോൾ സംസ്കൃതത്തിലുള്ള മംഗളപത്രം വായിച്ചു. ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രസംഗമായിരുന്നു അടുത്തത്. ഉജ്ജ്വലമായ ആ പ്രസംഗത്തെ വെള്ളച്ചാട്ടത്തിനോടാണ് ലേഖകൻ ഉപമിക്കുന്നത്. ഇംഗ്ലീഷിലുള്ള പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത NV കൃഷ്ണവാര്യരുടെ കഴിവിനെയും പി കുഞ്ഞിരാമൻ നായർ പ്രശംസിക്കുന്നു. പ്രസംഗവും തർജ്ജമയും കുത്തിയൊലിക്കുന്ന രണ്ട് പ്രവാഹങ്ങളായിട്ടാണ് ലേഖകന് അനുഭവപ്പെട്ടത്. ഡോക്ടർ രാധാകൃഷ്ണൻ പോലും അത്ഭുതത്തോടെയാണ് കൃഷ്ണവാര്യരെ നോക്കിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രസംഗത്തിന്റെ ചൂട് ഒട്ടും നഷ്ടപ്പെടുത്താതെയുള്ള തർജ്ജമ ഇംഗ്ലീഷ് സ്വന്തമായി പഠിച്ച ഒരാളുടെയാണെന്നത് തികച്ചും അത്ഭുതം തന്നെയാണ്. കൈക്കരുത്തുള്ള മന്ത്രവാദി എന്നാണ് ലേഖകൻ NV കൃഷ്ണവാര്യരെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് മഹാകവി ജിയും വയലോപ്പിള്ളിയും ഉളപ്പമണ്ണയുമെല്ലാം അവരുടെ കവിതകൾ അവതരിപ്പിച്ചു. പിറ്റേന്ന് കവിത വായിക്കേണ്ടത് താനാണെന്ന് പി കുഞ്ഞിരാമൻ നായർ ഓർക്കുന്നു. മഹാകവി ജി ശങ്കരക്കുറുപ്പ് അധ്യക്ഷനാകുന്ന വേദിയിൽ അവതരിപ്പിക്കേണ്ട കവിതയുടെ വിഷയം പോലും ലേഖകൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റേതോ ലോകത്തായിരുന്നു. സന്ധ്യയ്ക്ക് ലക്കിടിയിൽ വണ്ടി ഇറങ്ങി ഭാരതപ്പുഴയുടെ തീരത്തുകൂടെ നടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലെ കവിയെ ഉണർത്താൻ ആ കാഴ്ചകൾക്കൊന്നും കഴിഞ്ഞില്ല. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കവിത എഴുതിയേ തീരൂ. പക്ഷേ മനസ്സിൽ മറ്റു പല കഥാപാത്രങ്ങളും കയറിയിരിപ്പാണ്. യാത്രകൾക്കിടയിൽ കവിത എഴുതിയിരുന്ന 5 മിനിറ്റിൽ 200 വരി കവിത എഴുതിയിരുന്ന തന്റെ കഴിവ് ഇപ്പോൾ എവിടെ പോയി എന്ന് ലേഖകൻ അത്ഭുതപ്പെടുന്നു. മലയാള അധ്യാപക ജോലി തന്റെ ഉള്ളിലെ കവിയെ കൊന്നതാണോ എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഒന്നിനും ഉത്തരവും എഴുതാൻ കവിതയും കിട്ടാതെ അദ്ദേഹം ഉറക്കം വരാതെ ഭാരതപ്പുഴയെ നോക്കിയിരുന്നു. വെള്ളക്കടലാസും പേനയുമായി വീടിന്റെ പടിയിൽ ഏറെ നേരം ഇരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാവനയിൽ ഒന്നും തെളിഞ്ഞു വന്നില്ല. പേനയ്ക്കും കടലാസിനും വരെ ഉറക്കം വരാൻ തുടങ്ങി എന്നദ്ദേഹം ഹാസ്യരൂപേണ പറയുന്നു. ഇതിനു മുൻപും ചില സമ്മേളനങ്ങളിൽ കയ്യിൽ കവിതയില്ലാതെ ചെന്ന് അപ്പോൾ തോന്നിയത് പാടിയിട്ടുണ്ടെങ്കിലും ഇത്തവണ അത്രയും മഹാന്മാർക്ക് മുന്നിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കവിതയുടെ കരടെങ്കിലും ഇന്ന് തയ്യാറാക്കിയേ തീരൂ എന്നദ്ദേഹം ഉറപ്പിക്കുന്നു. പി കുഞ്ഞിരാമൻ നായർ എപ്പോഴും പ്രകൃതിയുടെ മടിത്തട്ടിലാണ്. പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. അതിനാൽ തന്നെ പുഴയിലെ ഓളങ്ങളും പാതിരാക്കാറ്റുമെല്ലാം തന്നോട് കവിതയെപ്പറ്റി ചോദിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കൂടാളി വല്യ നമ്പ്യാർ പറഞ്ഞ കഥകളിയുടെയും വേഷത്തിന്റെയും കാര്യം ലേഖകൻ ഓർക്കുന്നു. ഒരു മിന്നൽ പോലെ മനസ്സിലേക്ക് ആ കഥ ഓടിയെത്തി. ഉള്ളിൽ കവിതയ്ക്കായുള്ള ഒരു ആശയം മുളപൊട്ടി. യുദ്ധത്തിനൊരുങ്ങുന്ന പോരാളി തന്റെ ആയുധങ്ങളെ വന്ദിക്കുന്നത് പോലെ തന്റെ ആയുധങ്ങളായ പേനയെയും കടലാസിനെയും ധ്യാനിച്ച് ലേഖകനും കവിത എഴുതാൻ തുടങ്ങുന്നു. ഇടിയും മിന്നലുമായി പെയ്യുന്ന മഴയുടെ അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ മനസ്സിലെ കവിത കടലാസിൽ അക്ഷരങ്ങളായി രൂപം പ്രാപിച്ചു. 4 മെഴുകുതിരികൾ എരിഞ്ഞു തീർന്നതിനോടൊപ്പം ആ കവിതയും അദ്ദേഹം എഴുതി തീർത്തു. അന്നത്തെ പ്രഭാതം ഏറെ സുന്ദരമായി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. കളിയച്ഛൻ എന്ന കവിത ജനിക്കുന്ന സന്ദർഭം പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുന്നതിന്റെ സൗന്ദര്യം കൂടിയാണ്. നവോദയം, നവോന്മേഷം, അഭിനയ വികാസം, പഞ്ചവർണ്ണ കിളികളുടെ മധുര കാകളി, കൺമുന്നിൽ എങ്ങും കമനീയ കാവ്യപ്രപഞ്ചം. തന്റെ മനസ്സിലെ അനുഭൂതികളെ പ്രകൃതി സൗന്ദര്യത്തിലൂടെയാണ് അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നത്. എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഇരുട്ടുമാറി വെളിച്ചം വരുന്ന പോലെ, കയ്പുമാറി മധുരമാകുന്ന പോലെ, ഒടുവിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു പരീക്ഷ ജയിച്ച കുട്ടിയുടെ മനസ്സ് പോലെ ആവേശഭരിതമാകുന്നു. തീവണ്ടി കയറി അദ്ദേഹം ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിക്കുന്നു. അകലെ കണ്ട തിരുവില്ലാമല ക്ഷേത്രത്തിന്റെ ദൃശ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ പൂക്കൾ വിരിയിക്കുന്നു. കവിതാ കടാക്ഷമേറ്റ തലേരാത്രിയെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നു. ആ രാത്രിയുടെ മധുരം ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഒറ്റപ്പാലത്തെത്തി ആകാശവാണിയുടെ മുറിയിൽ കയറിയിരുന്ന് പുരുഷോത്തമൻ നായരുടെ സഹായത്തോടെ അദ്ദേഹം കവിതയുടെ അസൽ പകർത്തി എഴുതുന്നു.
വീണ്ടും സാഹിത്യ പരിഷത്ത് സമ്മേളന വേദിയിലേക്കാണ് ലേഖകൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ജി ശങ്കരക്കുറുപ്പിന്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞതോടെ പി കുഞ്ഞിരാമൻ നായരുടെ കവിതാ പാരായണത്തിനുള്ള സമയമായി. സദസ്സിന്റെ മുൻനിരയിൽ സന്നിഹിതനായിരുന്ന വള്ളത്തോളിന്റെ കാൽക്കൽ സാഷ്ടാംഗ വീണ് നമസ്കരിച്ചാണ് ലേഖകൻ വേദിയിലേക്ക് കയറിയത്. കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സന്ദേശത്തിന്റെയും പുളകമണിഞ്ഞ പൂർണ്ണചന്ദ്ര പ്രഭ എന്നാണ് വള്ളത്തോളിനെ ലേഖകൻ വിവരിക്കുന്നത്. കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ സദസ്സ് മുഴുവൻ ഖരഘോഷം മുഴക്കി. വേദിയിൽ നിന്നിറങ്ങിയപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ NV കൃഷ്ണവാര്യർ ലേഖകനോട് ആ കവിത പ്രസിദ്ധീകരിക്കാനായി ആവശ്യപ്പെടുന്നു. ആ കവിതയുടെ പേര് കളിയച്ചൻ എന്നായിരുന്നു. ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ വിളങ്ങി എന്ന് ഒരു പത്രത്തിൽ ആ കവിത അദ്ദേഹം പാരായണം ചെയ്ത രംഗത്തെ വർണ്ണിച്ചെഴുതിയത് അദ്ദേഹം ഓർക്കുന്നു.